ഓം നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. മഹാഭാരതം വനപർവം കിരാതാർജുനീയം. കാമ്യകവനത്തിൽ മടങ്ങിയെത്തി ഏതാനും നാളുകൾക്ക് ശേഷം ഒരു ദിവസം യുധിഷ്ഠിരൻ അർജുനനെ അരികത്ത് വിളിച്ചിരുത്തി പറഞ്ഞു: അർജുന, ഭീഷ്മൻ, ദ്രോണൻ, കൃപൻ, കർണൻ, അശ്വത്ഥാമാവ് എന്നിവർ ധനുർവേദത്തിൽ പാരംഗതരാണ്. ദൈവം, ബ്രാഹ്മം, മാനുഷം മുതലായ സർവ്വ അസ്ത്രങ്ങളുടെ പ്രയോഗത്തിലും പ്രകാരത്തിലും അവർ നിപുണത നേടിയിട്ടുണ്ട്. അവരെ ജയിക്കണമെങ്കിൽ അമാനുഷികമായ ശക്തിയോടുകൂടിയ ആയുധങ്ങളും അത് പ്രയോഗിക്കുന്നതിന് വേണ്ട അനിതര സാധാരണമായ പ്രാഗൽഭ്യവും നീ നേടണം. അതിനുള്ളൊരു വിദ്യ വ്യാസഭഗവാൻ എനിക്ക് ഉപദേശിച്ചു തന്നിട്ടുണ്ട്. പ്രതിസ്മൃതി എന്ന വിദ്യ നിനക്ക് ഞാൻ ഉപദേശിച്ചു തരാം. രാജ്യം വീണ്ടെടുക്കാമെന്നുള്ള സകല ആശയും ഞങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് നിന്നിലാണ്. അതുകൊണ്ട് ഏകാഗ്രമായി തപസ് ചെയ്ത് രുദ്രൻ, ഇന്ദ്രൻ, യമൻ, കുബേരൻ, വരുണൻ എന്നിവരുടെ പക്കൽ നിന്ന് ദിവ്യായുധങ്ങൾ സമ്പാദിക്കണം. അപ്രകാരം നേടിയെങ്കിൽ മാത്രമേ നമുക്ക് ധാർത്തരാഷ്ട്രന്മാരെ തോൽപ്പിക്കാൻ കഴിയുകയുള്ളൂ. നീ ഒട്ടും വൈകാതെ ഇന്ന് തന്നെ പുറപ്പെടുക. തീർച്ചയായും വിജയിക്കും. അർജുനൻ വിധിപ്രകാരം വ്രതം സ്വീകരിച്ചു. യുധിഷ്ഠിരനിൽ നിന്ന് മന്ത്രം ഗ്രഹിച്ചു. ഗാണ്ഡീവവും അമ്പൊടുങ്ങാത്ത ആവനാഴിയും ധരിച്ച് കയ്യിൽ ഉറയും മെയ്യിൽ ചട്ടയും അണിഞ്ഞ് തല ഉയർത്തിപ്പിടിച്ച് അജയ്യനായി നിൽക്കുന്ന അർജുനനെ കണ്ടപ്പോൾ ദ്രൗപദി അഭിമാനം കൊണ്ട് കഞ്ചുകിതയായി അവൾ പാർത്ഥന്റെ അടുത്ത് എന്ന് കുമ്പിട്ടു. ദ്രൗപദി പറഞ്ഞു: ഞങ്ങളുടെ ജീവിതവും മരണവും രാജ്യവും ഐശ്വര്യവും ഒക്കെ ഭവാനിൽ സ്ഥിതി ചെയ്യുന്നു. അപ്രകാരമുള്ള ഭവാന്റെ വേർപാട് ദുസ്സഹമായ ദുഃഖത്തിന് ഹേതുവാണ്. എങ്കിലും ഈ യാത്ര ഞങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ആയതുകൊണ്ട് ഭവാൻ പോകുന്നതിനെ ഞാൻ സർവാത്മനാ സ്തുതിക്കുന്നു. ഭവാന് നന്മ ഭവിക്കട്ടെ. അങ്ങേക്ക് വിജയമുണ്ടാകുന്നതിന് വേണ്ടി എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിക്കുന്നു. അങ്ങേക്ക് മംഗളം നേരുന്നു. അർജുനൻ ഭ്രാതാക്കളെ നമസ്കരിച്ചു. ബ്രാഹ്മണർ അവനെ ആശീർവദിച്ചു. ദൃഢചിത്തനായി ഫൽഗുനൻ വടക്കോട്ട് യാത്ര തിരിച്ചു. അവൻ രാപ്പകൽ യാതൊരു ക്ഷീണവുമില്ലാതെ സഞ്ചരിച്ച് ഹിമാചൽ പ്രദേശത്തെത്തി. അവിടെ തപസ്സിനു പറ്റിയൊരു സ്ഥലം തിരഞ്ഞെടുത്തു. മാൻതോൾ ധരിച്ച് ദണ്ഡുമേന്തി ഉഗ്രമായ തപസ്സിൽ ഏർപ്പെട്ടു. ഇനി പാർശ്വത അസ്ത്രലബ്ധി. ആദ്യ ദിവസങ്ങളിൽ ഫലങ്ങളും പിന്നീട് അതുപേക്ഷിച്ച് വെറും ഇലകൾ മാത്രവും ഭക്ഷിച്ച് വളരെ ദിവസങ്ങൾ തപസ് ചെയ്തു. ഏതാനും മാസങ്ങൾക്ക് ശേഷം സർവ്വം ഉപേക്ഷിച്ചു. വായു മാത്രം ഭക്ഷിച്ച് കാൽവിരലുകൾ ഊന്നി കൈകൾ ഉയർത്തി ഒന്നിലും തൊടാതെ ഏകാഗ്രചിത്തനായി തപസ് തുറന്നു. അർജുനന്റെ കൊടും തപസ്സുകൊണ്ട് രുദ്രന്റെ മനസ്സ് ആർദ്രമായി. അദ്ദേഹം പാർവതിയോട് പറഞ്ഞു: പ്രിയേ, അർജുനന്റെ ഉഗ്രമായ തപസ് നീ കാണുന്നില്ലേ? അവൻ എന്നിൽ നിന്ന് പാശുപതാസ്ത്രം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്രകാരം തപസ് ചെയ്യുന്നത്. വീരന്മാരായ ക്ഷത്രിയന്മാർക്ക് കൂടപ്പിറപ്പായുള്ള ഗർവ് അല്പമായിട്ടെങ്കിലും ഇവനിലും ഉണ്ട്. അത് ശോഭിപ്പിച്ചിട്ട് വേണം അവന് അസ്ത്രദാനം ചെയ്യാൻ. അതുകൊണ്ട് നമുക്ക് കിരാത വേഷധാരികളായി അവന്റെ അടുത്തേക്ക് പോകാം. ഉമാകാന്തൻ ഉന്നതാകാരനായ ഒരു കിരാതന്റെ വേഷമെടുത്ത് അർജുന സന്നിധിയിലേക്ക് പുറപ്പെട്ടു. ഉമ ഒരു കിരാത സ്ത്രീയുടെ വേഷത്തിൽ അദ്ദേഹത്തെ അനുഗമിച്ചു. അവർ ഇരുവരും പാർത്ഥൻ തപസ് ചെയ്യുന്ന സ്ഥലത്തെത്തി. തദവസരത്തിൽ മൂകൻ എന്നൊരു അസുരൻ പന്നിയുടെ രൂപം കൈക്കൊണ്ട് അർജുനനെ ആക്രമിച്ച് കൊല്ലുവാൻ ഒരുമ്പെടുന്നത് രുദ്രൻ കണ്ടു. അർജുനനും ഇത് മനസ്സിലാക്കി. രണ്ടുപേരും പന്നിയുടെ നേർക്ക് ബാണങ്ങൾ എയ്തു. രണ്ടു ബാണങ്ങളും ഒരേ സമയം തന്നെ പന്നിയുടെ ശരീരത്തിൽ തുളച്ചു കയറി. കാനനം മുഴുവൻ ഞെട്ടുമാർ അലറിക്കൊണ്ട് പന്നിരൂപം മൂണ്ട മൂകാസുരൻ ചത്തുമലച്ചു. തന്റെ മുന്നിൽ നിൽക്കുന്ന കനകപ്രഭനായ കിരാതനെയും സ്ത്രീയെയും കൗതുകം നോക്കിക്കൊണ്ട് അർജുനൻ ചോദിച്ചു: ഈ ഘോരവനത്തിൽ സ്ത്രീയോടുകൂടി സഞ്ചരിക്കാൻ നിനക്ക് ഭയമില്ലേ? ഞാൻ ലക്ഷ്യം വെച്ച പന്നിയെ ഇടയ്ക്ക് കയറി നീ എയ്തത് ന്യായമായോ? നായാട്ടിന് ചേർന്ന ധർമ്മമല്ല നീ ചെയ്തത്. നിന്നെ ഞാൻ വെറുതെ വിടുകയില്ല. കിരാതൻ ഇത് കേട്ട് പൊട്ടിച്ചിരിച്ചു. അവൻ പറഞ്ഞു: ഞാൻ കാട്ടാളനാണ്. വനത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. വേട്ടയാടുകയാണ് എൻ്റെ തൊഴിൽ. ഇവൾ എൻ്റെ ഭാര്യയാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് കാട്ടിൽ സഞ്ചരിക്കുന്നത്. നിന്നെ കണ്ടിട്ട് ഒരു കാനനവാസിയായി തോന്നുന്നില്ല. സുകുമാര കളയപരനായി നീ എന്തിനാണ് ഘോരജന്തുക്കളുള്ള ഈ കാട്ടിൽ സഞ്ചരിക്കുന്നത്? നിനക്ക് ഭയമില്ലേ? അർജുനൻ പുച്ഛത്തോടെ കാട്ടാളിനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു: ഭയമോ? എനിക്കോ? എൻ്റെ കയ്യിലുള്ള ഈ വില്ല് ഗാണ്ഡീവമാണ്. നീ കണ്ടില്ലേ? ഭയമൊന്നുമില്ലാതെ ഞാൻ ആ പന്നിയെ നേരിട്ടതും എയ്തു വീഴ്ത്തിയതും. കിരാതൻ: ഓഹോ, അങ്ങനെയാണോ? ആളൊരു വമ്പനാണെന്ന് തോന്നുന്നല്ലോ. പന്നി ചത്തുവീണത് എൻ്റെ അമ്പ് കൊണ്ടിട്ടാണ്. എന്നിട്ട് നീയാണ് അതിനെ കൊന്നതെന്ന് വീമ്പ് പറയുന്നു. നീ ഒരു അഹങ്കാരി കൂടിയാണെന്ന് തോന്നുന്നു. നിന്റെ ഗർവ് ഞാൻ ഇപ്പോൾ അടക്കിയേക്കാം. ഇത് കേട്ട് കുപിതനായ അർജുനൻ ഗാണ്ഡീവം കുലച്ച് കിരാതന്റെ നേർക്ക് ബാണങ്ങൾ അയച്ചു.
കിരാതൻ ചിരിച്ചുകൊണ്ട് അതെല്ലാം തടുത്തു. ഫൽഗുനൻ പിന്നെയും പിന്നെയും അമ്പുകൾ എയ്തു. അതെല്ലാം തൻ്റെ എതിരാളിയുടെ മേൽ കൊള്ളുന്നതിന് മുമ്പ് തന്നെ തടയപ്പെട്ടു. അമ്പൊഴിയാത്ത അവനാഴിയിൽ അമ്പുകളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വന്നു. ഇത് കണ്ട് അർജുനൻ അന്താളിച്ചു. എങ്കിലും അവൻ്റെ വാശി വർദ്ധിച്ചു വന്നതേ ഉള്ളൂ. അവസാനം അമ്പുകളെല്ലാം ഒഴിഞ്ഞു. കയ്യിൽ വില്ല് മാത്രമായി. അത് പൊക്കിയെടുത്ത് കാട്ടാളനെ അടിച്ചു. കാട്ടാളൻ അത് നിസ്സാരമായ വിധത്തിൽ പിടിച്ചെടുത്തു. അർജുനന്റെ വാശിയും വൈരാഗ്യവും വർദ്ധിച്ചു. അവൻ മരക്കൊമ്പുകൾ അടർത്തിയെടുത്ത് കിരാതനെ അടിച്ചു. അതുകൊണ്ടും ബലമില്ല എന്ന് വന്നപ്പോൾ മുഷ്ടി ചുരുട്ടിയായി കിരാതനോട് ആക്രമണം. ഇത്രയുമായപ്പോൾ കിരാതൻ അർജുനനെ പിടികൂടി അവനെ അമർത്തി ഞെക്കി ഊർപ്പുമുട്ടിച്ചു. അർജുനൻ നിശ്ചേഷ്ടനായി ബോധം കെട്ടു വീണു. കുറച്ചു സമയം കഴിഞ്ഞ് ബോധക്ഷയം മാറിയപ്പോൾ അർജുനൻ എഴുന്നേറ്റു. അവൻ്റെ ശരീരമാകെ രക്തത്തിൽ കുളിച്ചിരുന്നു. അവൻ മണ്ണുകൊണ്ട് ഒരു ശിവലിംഗമുണ്ടാക്കി അതിന്മേൽ പുഷ്പങ്ങൾ പൂജിച്ച് ശിവധ്യാനം ചെയ്തു. പൂജ തുടങ്ങിയപ്പോൾ കിരാതൻ അർജുനന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ ശിവലിംഗത്തിൽ അർപ്പിക്കുന്ന പുഷ്പങ്ങളെല്ലാം തൻ്റെ മുന്നിൽ നിൽക്കുന്ന കിരാതന്റെ ശിരസിൽ പതിക്കുന്നത് കണ്ടപ്പോൾ തൻ്റെ എതിരാളിയായ കിരാതൻ സാക്ഷാൽ പരമശിവനാണ് എന്ന് അർജുനന് മനസ്സിലായി. അവൻ ഭഗവാന്റെ പാദങ്ങളിൽ വീണ് മാപ്പിരന്നു. ചന്ദ്രശേഖരൻ സംപ്രീതനായി. അദ്ദേഹം അർജുനനെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് മാറോട് ചേർത്ത് തലോടി സമാശ്വസിപ്പിച്ചിട്ട് പറഞ്ഞു, അർജുന, ഞാൻ നിന്നിൽ സന്തുഷ്ടനായിരിക്കുന്നു. നിന്നോട് തുല്യനായി വേറെ ക്ഷത്രിയനില്ല. നീ യുദ്ധത്തിൽ സർവശത്രുക്കളെയും ജയിക്കും. നീ ദേവന്മാരെ പോലും ജയിക്കും. നീ പൂർവജന്മത്തിൽ നാരായണ സ്നേഹിയായ നരനായിരുന്നു. നാം തമ്മിൽ നടന്ന പോരാട്ടത്തിൽ മായ കൊണ്ടാണ് ഗാണ്ഡീവവും അമ്പൊടുങ്ങാത്ത അവനാഴിയും ഞാൻ ഗ്രഹിച്ചത്. ഈ അവനാഴി വീണ്ടും അമ്പൊടുങ്ങാത്തതാകും. നിനക്ക് പോരിലുണ്ടായ ഭവിഷ്യമെല്ലാം ഉടൻ നീങ്ങും. എനിക്ക് പ്രിയമേറിയ പാശുപതാസ്ത്രം ഇതാ നിനക്ക് തരുന്നു. 3 ലോകത്തിലും ഈ അസ്ത്രത്തിന് നശിപ്പിക്കാൻ വയ്യാത്തതായി ഒന്നുമില്ല. വാക്കോ നോട്ടമോ മനസ്സോ വില്ലോ കൊണ്ട് ഈ അസ്ത്രം പ്രയോഗിക്കാം. അർജുനൻ മഹാദേവനെ താണുവണങ്ങി ഏകാഗ്രചിത്തനായി നിന്നു. പാശുപതാസ്ത്രം പ്രയോഗിക്കുന്നതിലും സംഹരിക്കുന്നതിനുമുള്ള സർവ്വരഹസ്യങ്ങളും പരമശിവൻ അർജുനന് ഉപദേശിച്ചു കൊടുത്തു. പാശുപതാസ്ത്രം പ്രയോഗിക്കുന്നതിലും സംഹരിക്കുന്നതിലുമുള്ള സർവ്വരഹസ്യങ്ങളും പരമശിവൻ അർജുനന് ഉപദേശിച്ചു കൊടുത്തു. ഇനിയും നിനക്ക് സ്വർഗലോകത്തേക്ക് പോകാം എന്ന് അനുഗ്രഹിച്ചിട്ട് പിനാകപാണി പാർവതിയോടൊപ്പം അന്തർദാനം ചെയ്തു. പരമശിവനെ നേരിൽ കാണാനും അദ്ദേഹത്തിൻ്റെ വാത്സല്യത്തിന് പാത്രീഭൂതനാകുവാനും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പാശുപതാസ്ത്രം ലഭിക്കുവാനും ഇടയായതോർത്തപ്പോൾ അർജുനൻ അഭിമാന വിജൃംഭിതനായി ആനന്ദസാഗരത്തിൽ ആറാടി. ചന്ദ്രചൂടൻ തന്നെ മാറോട് ചേർത്ത് തലോടിയ ഓർമ്മ പാർത്ഥനെ കോൾമയിൽ കൊള്ളിച്ചു. ശത്രുക്കളെ മുഴുവൻ ജയിച്ചുവെന്ന തോന്നൽ അവനുണ്ടായി. ഇനി അർജുനന്റെ ദേവലോക പ്രവേശം. ഇനിയും എന്താണ് വേണ്ടതെന്ന് ആലോചിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ പാർത്ഥന്റെ മുന്നിൽ വരുണനും കുബേരനും യമനും ദേവേന്ദ്രനും പ്രത്യക്ഷപ്പെട്ടു. അവരെല്ലാം ശങ്കരകാരുണ്യത്തിന്റെ പാത്രീഭൂതനായ അർജുനനെ അനുഗ്രഹിച്ചു. യമൻ തന്റെ പ്രസിദ്ധമായ ദണ്ഡ് അർജുനന് നൽകിയിട്ട് പറഞ്ഞു, സാക്ഷാൽ മഹാദേവനെ യുദ്ധത്തിൽ സന്തോഷിപ്പിച്ച നീ വിഷ്ണുവോടുകൂടി ഭൂമിയെ ദുഷ്ടന്മാരിൽ നിന്നും രക്ഷപ്പെടുത്തുക. ആർക്കും തടുക്കുവാൻ സാധ്യമല്ലാത്ത ഈ ദണ്ഡുകൊണ്ട് നീ മഹത്തായ കർമ്മം നിർവഹിക്കും. വാരുണപാശങ്ങളാണ് വരുണദേവൻ നൽകിയത്. ഈ ആയുധം കൊണ്ട് നീ പോർക്കളത്തിൽ ഇറങ്ങിയാൽ നിന്റെ എല്ലാ ശത്രുക്കളെയും നശിപ്പിക്കാൻ നീ ശക്തനാകും. വരുണൻ പറഞ്ഞു. കുബേരൻ പറഞ്ഞു, അർജുന, നിനക്ക് ഞാൻ അന്തർദാനം എന്ന അസ്ത്രമാണ് തരുന്നത്. മേരുതുല്യമായ ഗൗരവവും അജയ്യ പരാക്രമവും ചേർന്ന ഭവാൻ ഈ അസ്ത്രം ധരിക്കുവാൻ അർഹനാണ്. ദുർജയന്മാരായ അമർത്യന്മാരെ പോലും നിനക്ക് ഇതുകൊണ്ട് ജയിക്കാൻ കഴിയും. മഹാദേവന്റെ അനുഗ്രഹം വാങ്ങി ദേവന്മാരുടെ പ്രശംസയും വിശിഷ്ടമായ ആയുധങ്ങളും നേടി വിജയശ്രീലാളിതനായി നിൽക്കുന്ന തൻ്റെ പുത്രനോട് ദേവേന്ദ്രൻ പറഞ്ഞു, വിജയ, നീ ശ്രേഷ്ഠമായ സ്ഥിതി നേടി ദേവതുല്യനായിരിക്കുന്നു. സ്വർഗത്തിലേക്ക് കയറുവാൻ നീ ഒരുങ്ങിക്കൊള്ളുക. നിന്നെ കൊണ്ടുപോകാൻ മാതലി രഥവുമായി ഇവിടെ എത്തും. എവിടെ വെച്ച് നിനക്ക് ദിവ്യാസ്ത്രങ്ങൾ ഞാൻ നൽകുന്നതാണ്. അർജുനൻ ലോകപാലകന്മാരായ ദേവന്മാരെയെല്ലാം ഇതുപോലെ പൂജിച്ചു. അവർ വീണ്ടും അർജുനനെ അനുഗ്രഹിച്ചിട്ട് അന്തർദാനം ചെയ്തു. സവ്യസാചി സന്തുഷ്ടനായി സമാശ്വസിച്ചു. ഇതോടുകൂടി ഈ ഭാഗം കഴിഞ്ഞു. ഇനി ഉർവശി ശാപം എന്ന അധ്യായം നാളെ അടുത്ത വീഡിയോയിൽ കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.